കത്തോലിക്ക സഭ തൻ്റെ ധാർമ്മിക നിലപാടിൽ മാറ്റം വരുത്തിയോ? മമ്മൂട്ടി എന്ന സിനിമാ നടനോടും കാതൽ സിനിമയുടെ അണിയറ പ്രവർത്തകരോടും കത്തോലിക്ക സഭ മാപ്പ് ചോദിക്കുമോ? 2023 ഡിസംബർ 18 ഫിദൂച്ച സൂപ്ലിക്കൻസ് എന്ന പേരിൽ വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് ഒരു ഡോക്യുമെന്റ് പുറത്തിറക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യവും കൊടുത്ത വാർത്തയും ഇതായിരുന്നു. സ്വവർഗ ബന്ധത്തിൽ കഴിയുന്നവർക്കും ക്രമരഹിതമായ വിവാഹബന്ധത്തിൽ കഴിയുന്നവർക്കും അജപാലനപരമായിട്ടുള്ള ആശീർവാദം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടിറക്കിയ ഈ ഡോക്യുമെന്റിനെ തെറ്റായിട്ടാണ് പലരും വ്യാഖ്യാനിച്ചത്. ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഈ ഡോക്യുമെന്റ് എന്താണ് പറയുന്നത്, ഈ ആശീർവാദം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് കാണുവാനായിട്ട് പരിശ്രമിക്കുന്നത്. സ്വവർഗ വിവാഹത്തിൽ കഴിയുന്നവരെയും ക്രമരഹിതമായ വിവാഹത്തിൽ കഴിയുന്നവരെയും സംബന്ധിച്ച് ചില കർദിനാൾമാർ ഉയർത്തിയ സംശയങ്ങൾക്ക് 2021 ഫെബ്രുവരി 22 വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം ഇത്തരം ബന്ധങ്ങളെ കൂദാശയായിട്ട് അംഗീകരിക്കുവാനായിട്ട് സാധിക്കില്ല എന്നും അവർക്ക് ആശീർവാദം നൽകാൻ സാധിക്കില്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി. അതിനെ പിന്തുടർന്ന് ഉയർന്ന ചില സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടിയായിട്ടാണ് 2023 ഡിസംബർ 18 വിശ്വാസ തിരുസംഘം ഇപ്രകാരം സ്വവർഗ വിവാഹബന്ധത്തിൽ കഴിയുന്നവരെയും ക്രമരഹിതമായ വിവാഹബന്ധത്തിൽ കഴിയുന്നവരെയും അജപാലനപരമായി സഹായിക്കുവാനും അവരെ ആശീർവദിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പദ്ധതി തിരിച്ചറിഞ്ഞ് അവരുടെ തെറ്റ് തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നതിനും വേണ്ടി ഒരു രേഖ പുറത്തിറക്കിയത്. എന്നാൽ ഈ രേഖ പ്രകാരം സഭ വിശ്വസിക്കുന്ന വിവാഹമെന്ന കൂദാശയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിലോ ധാർമ്മികതയിലോ യാതൊരു വിട്ടുവീഴ്ചയും സഭ വരുത്തിയിട്ടില്ല. ക്രമരഹിതമായ വിവാഹത്തിൽ കഴിയുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയിലല്ലാതെ സിവിൽ പരമായിട്ട് വിവാഹം കഴിച്ചു ജീവിക്കുന്നവർ, ലിവിങ് ടുഗെദർ ബന്ധത്തിൽ വിവാഹം കഴിക്കാതെ ദമ്പതിമാരെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നവർ, അതോടൊപ്പം തന്നെ സിവിൽ പരമായ വിവാഹമോചനം നേടുകയും സിവിൽ പരമായി തന്നെ പുനർവിവാഹം നടത്തുകയും ചെയ്ത മുതലായ വ്യക്തികളെയാണ് ക്രമരഹിതമായ വിവാഹത്തിൽ കഴിയുന്ന വ്യക്തികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തോലിക്ക സഭയിൽ വിവാഹം എന്നത് ഒരു കൂദാശയാണ്. അതിനാൽ തന്നെ സ്വവർഗ ബന്ധവും ക്രമരഹിതമായ വിവാഹബന്ധവും വിവാഹമായിട്ട് കണക്കാക്കുവാനായിട്ട് സഭയ്ക്ക് കഴിയുകയില്ല. കാരണം വിവാഹമല്ലാത്തതിനെ വിവാഹമായി കണക്കാക്കാൻ സഭയ്ക്ക് അധികാരം ലഭിച്ചിട്ടില്ല. കത്തോലിക്ക സഭയിൽ വിവാഹമെന്നത് ഒരു പുരുഷനും സ്ത്രീയും മാത്രമായി ഉണ്ടായിരിക്കേണ്ടതും സ്ഥിരമായതും ഒരിക്കലും വേർപെടുത്താൻ പാടില്ലാത്തതുമായൊരു കൂദാശയാണെന്ന് ലത്തീൻ കാനോൻ നിയമത്തിൽ 1055 1056 പൗരസ്ത്യ കാനോൻ നിയമത്തിലെ 776 കാനോൻ വ്യക്തമാക്കുന്നുണ്ട്. വിവാഹത്തിൽ ദമ്പതിമാർക്ക് നൽകുന്ന ആശീർവാദം സ്വവർഗ ബന്ധത്തിൽ കഴിയുന്നവർക്കും ക്രമരഹിതമായ വിവാഹബന്ധത്തിൽ കഴിയുന്നവർക്കും നൽകുവാനായിട്ട് പാടില്ലെന്നും അതോടൊപ്പം തന്നെ സഭയുടെ ആരാധന ക്രമ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളോ മറ്റ് ജസ്റ്റേഴ്സോ ഇത്തരം വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഈ രേഖ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ആശീർവദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഭയിൽ കൂദാശകളുമായി ബന്ധപ്പെട്ട ആശീർവാദങ്ങളുണ്ട്, അല്ലാതെ കൂദാശ അനുകരണങ്ങളായ ആശീർവാദങ്ങളുമുണ്ട്. ആശീർവദിക്കുക, ടു ബ്ലെസ് എന്നതുകൊണ്ട് കാനോൻ നിയമം അർത്ഥമാക്കുന്നത് ഇത് ഒരു കൂദാശ അനുകരണമാണ് എന്നുള്ളതാണ്. കൂദാശ അനുകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂദാശകളെ അനുകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ആധ്യാത്മിക ഫലങ്ങൾ സൂചിപ്പിക്കുകയും സഭയുടെ പ്രവർത്തനത്തിലൂടെ അവ വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യുന്ന വിശുദ്ധമായിട്ടുള്ള അടയാളങ്ങളാണെന്ന് ലത്തീൻ കാനോൻ നിയമത്തിൽ 1166 പൗരസ്ത്യ കാനോൻ നിയമത്തിലെ 867 കാനോൻ പറയുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ ആശീർവാദങ്ങൾ നൽകുന്നത് അനുദിന ജീവിതത്തിലെ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാനും അനുഭവിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സഭയിൽ ആശീർവാദങ്ങൾ നൽകുന്നത് വ്യക്തികൾക്കും
വിശുദ്ധ വസ്തുക്കൾക്കും പ്രാർത്ഥനയ്ക്കും വണക്കത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കും സ്ഥലങ്ങൾ, ഭവനങ്ങൾ, കടൽ, കര, ആകാശ വാഹനങ്ങൾ, വളർത്തുമൃഗാദികൾ എന്നിവയ്ക്കെല്ലാം സഭയിൽ ആശീർവാദങ്ങൾ നൽകുന്നുണ്ട്. ഓരോ അവസരത്തിലും ഉപയോഗിക്കേണ്ട ആശീർവാദ പ്രാർത്ഥനകൾ സഭയുടെ ഔദ്യോഗിക ആശീർവാദ പുസ്തകത്തിൽ ബുക്ക് ഓഫ് ബ്ലെസ്സിങ്ങിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആശീർവാദത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭ ആശീർവദിക്കുമ്പോൾ ദൈവം ഈ ആശീർവാദത്തെ അംഗീകരിക്കുന്നു, സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ആശീർവാദം നൽകുന്നത് ദൈവത്തിൻ്റെ സ്തുതിക്കും ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ്. ദൈവം നൽകിയ കൃപകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക, ദൈവിക കൃപകൾ യാചിക്കുക, ലൗകിക തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നിവയാണ് ആശീർവാദങ്ങൾ കൊണ്ട് സഭ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട നൽകുന്ന ആശീർവാദങ്ങൾക്ക് സഭയുടെ കൂദാശാനുകരണങ്ങളായിട്ടുള്ള ആശീർവാദങ്ങളോ ആശീർവാദ പുസ്തകത്തിലെ പ്രാർത്ഥനകളോ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് സഭ വ്യക്തമാക്കിയത്. എന്നാൽ ആധ്യാത്മിക ശുശ്രൂഷയുടെ ഫലമായിട്ട് നൽകപ്പെടുന്ന ആശീർവാദങ്ങളെ ധാർമ്മികമായിട്ടുള്ള ഉപാധികളോടെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പുതിയ രേഖ വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരം ഉപാധികൾ വയ്ക്കുന്നത് ആശീർവാദത്തിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന പരിധികളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ മേൽ അത് കരുനിഴൽ വീഴ്ത്തും. അതിനാൽ തന്നെ ആശീർവാദത്തെ കുറെ കൂടി വിശാലമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ കാണണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്നതെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നുണ്ട്. ബൈബിളിൽ ആശീർവാദത്തെ അതിരും അളവുമില്ലാത്ത ദാനമായിട്ടാണ് കാണുന്നത്. ക്രിസ്തു ഈ ഒരു ദാനം സഭയ്ക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ ആശീർവാദം നൽകുന്നത് ആശ്വസിപ്പിക്കുന്നതിൻ്റെയും പരിചരണത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ക്രിയാത്മകമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. ആശീർവാദത്തിലൂടെ ദൈവത്തിൻ്റെ കരുണാർദ്രമായ ആശ്ലേഷവും സഭയുടെ മാതൃത്വവും വിശ്വാസികൾക്ക് അനുഭവവേദ്യമാക്കി നൽകുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സഭ ഇപ്രകാരം സ്വവർഗബന്ധത്തിലും ക്രമരഹിതമായ വിവാഹത്തിലും കഴിയുന്നവർക്ക് ആശീർവാദം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ആശീർവാദം ആവശ്യപ്പെടുന്നത്? ഒരാൾ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള സാന്നിധ്യം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഒരു പുരോഹിതനോട് ആശീർവാദം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷയുടെ കൂദാശയായിട്ടുള്ള സഭയിൽ നിന്ന് ആശീർവാദം ആവശ്യപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് സഭയിലൂടെ നിർഗളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കാരുണ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനും മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും ദൈവത്തിൻ്റെ ഹിതത്തോട് ക്രിയാത്മകമായിട്ട് പ്രത്യുത്തരിക്കാനും സഹായിക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. കൂടാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആശീർവാദം ചോദിക്കുമ്പോൾ അത് കാണിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അതിജീവിക്കുവാൻ തങ്ങളുടെ കഴിവിൽ മാത്രം ആശ്രയിച്ചാൽ സാധിക്കില്ല, മറിച്ച് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് അവരുടെ ന്യൂനതകളെ ഉടച്ചു കളയാനും സത്യസന്ധമായിട്ടുള്ള തുറവിയോടെ അവരുടെ ജീവിതത്തെ ദൈവഹിതത്തിനനുസരിച്ച് രൂപപ്പെടുത്താനുമുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളെ പാപികളായിട്ട് മാത്രം കാണാതെ അവരുടെ ആ ഒരു അവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കണമെന്നാണ് ഈ പുതിയ രേഖ ആവശ്യപ്പെടുന്നത്. കാരണം ദൈവം ഒരു വ്യക്തിയുടെ പാപത്തേക്കാൾ വിലമതിക്കുന്നത് ആ വ്യക്തിയെയാണ്. കാരണം ദൈവം പിതാവും മാതാവും കളങ്കമറ്റ സ്നേഹവുമാണ്. അവൻ ഓരോ ദിവസവും നമ്മെ ആശീർവദിക്കുന്നുണ്ട്, അതൊരിക്കലും അവസാനിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വലിയ വിവേകത്തോടും മാതൃസ്നേഹത്തോടും കൂടെ തൻ്റെ പക്കലേക്ക് എളിയ ഹൃദയത്തോട് സമീപിക്കുന്ന വ്യക്തികളെ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ നൽകി അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ അവരെ സഹായിക്കുകയും സ്വാഗതം ചെയ്യുകയാണ് സഭ ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഇപ്രകാരം സഭയുടെ സഹായത്തിനായി വരുന്നവരെ സഹായിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് മാറുകയാണ് അജപാലനപരമായിട്ട് നൽകപ്പെടുന്ന ഇത്തരം ആശീർവാദങ്ങൾ.
ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, സ്വവർഗബന്ധത്തിൽ കഴിയുന്നവരോ ക്രമരഹിതമായ വിവാഹബന്ധത്തിൽ കഴിയുന്നവരോ ഒരു പുരോഹിതനോട് ആശീർവാദം ചോദിക്കാൻ വരുമ്പോൾ ആ പുരോഹിതൻ ആശീർവദിക്കുന്നത് അവരുടെ ബന്ധത്തെയാണോ ആ വ്യക്തികളെയാണോ? സ്വവർഗബന്ധത്തിലും ക്രമരഹിതമായ വിവാഹബന്ധത്തിലും കഴിയുന്നവർ ആശീർവാദം ചോദിക്കുമ്പോൾ ആ പുരോഹിതൻ ആശീർവദിക്കുന്നത് അവരുടെ ബന്ധത്തെ അല്ല, മറിച്ച് ആ വ്യക്തികളെയാണ്. കാരണം ഇത്തരം ബന്ധങ്ങളെ ആശീർവദിക്കാൻ സഭയ്ക്ക് അധികാരമില്ല എന്ന് ഈ രേഖ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനാൽ തന്നെ ആശീർവാദം നൽകേണ്ടത് ചോദിക്കുന്ന വ്യക്തികൾക്കാണ്. അവരുടെ ബന്ധത്തെ ആശീർവദിക്കാനായിട്ട് ഒരു പുരോഹിതനും അധികാരമില്ല. കൂടാതെ അവരെ ആശീർവദിക്കുന്നതിന് മുൻപ് അവർ ആയിരിക്കുന്ന പാപാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ആ പാപാവസ്ഥ ഉപേക്ഷിക്കുവാനും ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പദ്ധതി തിരിച്ചറിയാനും അവരെ സഹായിക്കുവാനും ആ പുരോഹിതന് കടമയുണ്ട്. ഇത്തരം വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ, ബന്ധങ്ങളിൽ കഴിയുന്ന വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ പുരോഹിതൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഈ രേഖ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്തരം വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ അതൊരു പൊതു ചടങ്ങിൽ വെച്ച് ഒരിക്കലും ചെയ്യരുത്. ഒരു സിവിൽ വിവാഹത്തിന്റെ അവസരത്തിലോ അല്ലെങ്കിൽ ആ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ അവസരത്തിലോ പൊതു പരിപാടിയിൽ വെച്ച് മറ്റുള്ളവർക്ക് ഇടർച്ചയും കൺഫ്യൂഷനും ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരിക്കലും പുരോഹിതൻ ആശീർവദിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, വിവാഹ കൂദാശയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളോ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഒരു ജസ്റ്റേഴ്സും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കരുതെന്നും ഈ രേഖ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ഇവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വിവാഹ കൂദാശയുടെ പരികർമ്മത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളോ വസ്തുക്കളോ പദങ്ങളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത്തരം വ്യക്തികൾ ആശീർവാദം ചോദിക്കുമ്പോൾ ഒരിക്കലും അത് നിഷേധിക്കുകയും ചെയ്യരുതെന്ന് സഭ ഈ ഡോക്യുമെന്റിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2023 ഡിസംബർ 18 ഈ ഒരു രേഖ പുറത്തു വന്നതിന് ശേഷം ഇതിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചില മെത്രാൻ സമിതികൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ തങ്ങളുടെ രൂപതകളിൽ ഒരു വൈദികനും ഇത്തരം വ്യക്തികളെയോ ബന്ധങ്ങളെയോ ആശീർവദിക്കരുതെന്ന് കൽപ്പനയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട് 2021 ഫെബ്രുവരി 22 വത്തിക്കാൻ നൽകിയ വിശദീകരണത്തിന്റെ അജപാലനപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു പുതിയ രേഖ നമുക്ക് നൽകുന്നത്. 2016 ഫ്രാൻസിസ് പാപ്പ അമോറിസ് ലെത്തീസിയ എന്ന സിനഡാനന്തര രേഖ പുറത്തിറക്കിയപ്പോൾ അതിൽ ക്രമരഹിതമായ വിവാഹബന്ധത്തിൽ കഴിയുന്നവരെ അജപാലനപരമായിട്ട് സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത പാപ്പ ഊന്നി കാണിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാപ്പ സഭയെ ഒരു ആശുപത്രിയോടാണ് ഉപമിച്ചത്. പല വിധത്തിൽ ആത്മീയമായിട്ട് മുറിവേറ്റവരാണ് സഭയിലെ മക്കൾ. അവിടെ പാപികളും വിശുദ്ധരുമുണ്ട്. അളവും അതിരുമില്ലാത്ത ദൈവത്തിൻ്റെ കാരുണ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സഭയുടെ കൗദാശിക അനുകരണമോ അല്ലാത്ത ആശീർവാദം തേടി പുരോഹിതന്റെ മുൻപിലെത്തുന്ന സ്വവർഗ ബന്ധത്തിലും ക്രമരഹിതമായ വിവാഹബന്ധത്തിലും കഴിയുന്ന വ്യക്തികൾക്ക് ആദ്യമേ തന്നെ അവരുടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കുവാനും തെറ്റുതിരുത്തി അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ അവരെ സഹായിച്ചുകൊണ്ട് അവരെ ആശീർവദിക്കുകയും ആത്മീയമായിട്ട് അവരെ ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കാരുണ്യം അവർക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുവാൻ ഓരോ പുരോഹിതനെയും ഈ ഒരു രേഖ ക്ഷണിക്കുകയാണ്. ഇവിടെ പുരോഹിതൻ ആശീർവദിക്കുന്നത് പാപത്തെയല്ല, പാപിയെയാണ്. പാപകരമായിട്ടുള്ള അവരുടെ ബന്ധത്തെയല്ല, ദൈവത്തിൻ്റെയും സഭയുടെയും മകനും മകളുമായ വ്യക്തിയെയാണ്. ഈ ആശീർവാദം സഭയുടെ ഔദ്യോഗികമായ കൂദാശയോ കൂദാശാനുകരണമോ അല്ല, മറിച്ച് അനൗദ്യോഗികമായ പ്രാർത്ഥനയും ആശീർവാദവുമാണ്. പാപിയെ മാനസാന്തരത്തിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും മടക്കിക്കൊണ്ടുവരുവാനുള്ള ആശീർവാദവും പ്രാർത്ഥനയും. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ കൃപ യാചിക്കലാണ്. ചെവിയുള്ളവർ കേൾക്കട്ടെ.